നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെ കാൽഗറിയിലെത്തി. വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് കിട്ടിയത്. ഇന്ന് വൈകുന്നേരം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തുടർച്ചയായി 6ാം തവണയാണ് അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതെന്നതും ശ്രദ്ധേയം. ഉച്ചകോടിക്കിടെ മോദി നിരവധി ഉഭയകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം കാനഡ സന്ദർശനം നടത്തുന്നത്. നിർണായകമായ ആഗോള വിഷയങ്ങളിൽ G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും പ്രധാനമന്ത്രി ചർച്ച ചെയ്യും. ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ, നവീകരണം, പ്രത്യേകിച്ച് AI ഊർജ്ജ ബന്ധം, ക്വാണ്ടം സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഈ വിഷയങ്ങൾ, അതായത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തിയിരുന്നു. സൈപ്രസിലെത്തിയത് സന്ദർശനാർത്ഥം എത്തിയതാണ്. പക്ഷേ അത് തുർക്കിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടായിരുന്നു അദ്ദേഹം G7 ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു സൈപ്രസ് സന്ദർശിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയായിരുന്നു സൈപ്രസ്. രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് വന്നിരുന്നു. നേരിട്ടെത്തിയാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. 2 പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഒരു സവിശേഷത കൂടി നരേന്ദ്രമോദിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിനു പുറമെ അന്തർദേശീയ താൽപര്യത്തിനനുസരിച്ചുള്ള നീക്കമായാണ് കണക്കാക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാനെ ആയുധം നൽകി സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ച പല ആയുധങ്ങളും നമ്മൾ വെടിവെച്ച് വീഴ്ത്തി. അതിൽ പലതും തുർക്കി പാകിസ്ഥാന് നൽകിയതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഒരാവശ്യഘട്ടത്ത് തുർക്കിയെ നമ്മൾ സഹായിച്ചതാണ്. പക്ഷേ തുർക്കി നമുക്ക് തിരിച്ചു തന്നത് ഇത്തരത്തിലൊരു സമീപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുർക്കിക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നല്ല രീതിയിലല്ല. അതിനിടയിലാണ് പ്രധാനമന്ത്രി സൈപ്രസിലെത്തുന്നതും തുർക്കിക്ക് അതൊരു താക്കീതായി മാറുന്നതും. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത്. സൈപ്രസും തുർക്കിയും തമ്മിലുള്ള ബന്ധം എടുത്താലും നല്ല രീതിയിലല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. സൈപ്രസിന്റെ ഒരു വിഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ്. വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും നിരന്തരം പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ്. ജൂൺ 15-16 ദിവസങ്ങളായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്കായി കാനഡയിലേക്ക് എത്തിയിരിക്കുകയാണ്. സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കും. മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രധാനപ്പെട്ട സുഹൃത്ത് രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് മോദി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു. സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് എക്സിൽ കുറിച്ചത്. സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ തുടങ്ങുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. എന്തായാലും സൈപ്രസിലെത്തിയ മോദി തുർക്കിക്ക് കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ തുർക്കിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സൈപ്രസും തുർക്കിയും തമ്മിലുള്ള ബന്ധമെടുത്താലും തുർക്കിയും ഇന്ത്യയും ഇപ്പോഴുള്ള ബന്ധമെടുത്താലും തുർക്കിക്ക് എത്ര നല്ലതിനല്ല സൈപ്രസ് സന്ദർശനം എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും സൈപ്രസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയാണെങ്കിൽ തുർക്കിക്ക് അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ സൈപ്രസിൽ യുദ്ധത്തിന്റെ യുഗമല്ല എന്ന സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 രാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുകയും സന്ദർശന വേളയിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ചർച്ചകൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകി സ്വീകരിച്ചിരുന്നു. പിന്നീട് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ആയി മോദി പ്രതിനിധി ചർച്ചകൾ നടത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ സന്ദർശനം ഇന്ത്യ സൈപ്രസ് ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ ആക്കം കൂട്ടുമെന്നാണ് പ്രധാനമന്ത്രി സൈപ്രസിലെത്തിയപ്പോൾ എക്സിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സൈപ്രസിലെത്തി വിമാനത്താവളത്തിൽ തന്നെ പ്രത്യേകമായി സ്വീകരിച്ചതിന് സൈപ്രസ് പ്രസിഡന്റ് മിസ്റ്റർ നിക്കോസിന് നന്ദി അറിയിക്കുന്നു. ഈ സന്ദർശനം ഇന്ത്യ സൈപ്രസ് ബന്ധത്തിന് ആക്കം കൂട്ടും. പ്രത്യേകിച്ച് വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വർദ്ധിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. തന്റെ സന്ദർശന വേളയിൽ സൈപ്രസിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ഊഷ്മളമായ വാത്സല്യത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു അദ്ദേഹം. സൈപ്രസുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി.
വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ വരും കാലങ്ങളിൽ തുടരുമെന്നും മോദി ഉറപ്പു നൽകി. G7 ചർച്ചകൾക്ക് മുന്നോടിയായി യൂറോപ്പുമായും സഖ്യകക്ഷികളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പായാണ് മോദിയുടെ സൈപ്രസ് സന്ദർശനത്തെ ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് കുറിച്ചത്. സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ തുടങ്ങുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടി, ക്രൊയേഷ്യൻ സന്ദർശനം എന്നിവയാണ് മോദിയുടെ ഇത്തവണത്തെ വിദേശ പര്യടനത്തിലുള്ളത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കാൻ പോകുന്നത് എന്ന സവിശേഷത കൂടി ഉണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ കാനഡയിലാണ്. അദ്ദേഹം ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെയും കണ്ടേക്കുമെന്ന് ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകാനാണ് സാധ്യത. ഈ ഒരു വിഷയം രണ്ട് രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ ഉച്ചകോടിയിൽ വ്യക്തമാക്കും. കാനഡയിലെ ാണ് 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ കാനഡ സന്ദർശനം കൂടിയാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായ ബന്ധം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. സംഘർഷ വിഷയം ഉന്നയിക്കുന്നതിനു പുറമെ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം, നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള വെല്ലുവിളികളും ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കും. അതേസമയം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഒരു ദിവസം നേരത്തെ മടങ്ങുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷവും ഇറാനെതിരായ ഇസ്രായേൽ നീക്കവും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് കാനഡയിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇസ്രായേൽ തെഹ്റാനിൽ വൻ ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. 90 ലക്ഷം വരുന്ന തെഹ്റാനിലെ ഇറാൻ ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ തലസ്ഥാനത്തിന്റെ അവസ്ഥയും ഭാവിയും ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൈകളിലാണ് എന്ന സ്ഥിതിയിലാണ്. മാത്രമല്ല, ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലും ടെൽ-അവീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യം എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകൾ ആശങ്കയിലാണ്. ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണം രൂക്ഷമാക്കിയാൽ ഇസ്രായേൽ ടെഹ്റാനെ നശിപ്പിക്കുമെന്നാണ് നിഗമനം. ഇതിനായി തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്ക അറിയാതെ ഒന്നും ടെഹ്റാനിൽ നടക്കില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വിളിച്ചുകൂട്ടുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെയും ഇറാനെയും വെടിനിർത്തലിന് സമ്മതിക്കുക എന്ന അടിയന്തര ലക്ഷ്യത്തോടെ ട്രംപിന്റെ നേരത്തെയുള്ള പിന്മാറ്റം നല്ല രീതിയിലാണ് എന്നാണ് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ഇരു കൂട്ടരും എത്തട്ടെ എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. മറിച്ച് മറ്റൊരു സംഘർഷം രൂക്ഷമാകാതിരിക്കട്ടെ എന്ന് ലോകം ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.